യുവജന നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടുത്ത സുഹൃത്തും രാഷ്ട്രീയ സഹപ്രവർത്തകനുമായ ഫെന്നി നൈനാനെതിരെ പോലീസ് അന്വേഷണം ശക്തമാക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. പീഡന കേസിലെ പരാതിക്കാരിയുടെ സ്വകാര്യ വാട്സ്ആപ്പ് ചാറ്റുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടുകൊണ്ട് അവരെ പരസ്യമായി അപമാനിച്ചു എന്ന ഗൗരവകരമായ പരാതിയിലാണ് സൈബർ സെൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡനാരോപണങ്ങൾ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ഫെന്നി നൈനൻ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. രാഹുലിനെതിരായ കേസിലെ തെളിവുകൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ പരാതിക്കാരിയെ മാനസികമായി തളർത്തി കേസ് പിൻവലിപ്പിക്കാനോ ഉള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഫെന്നി ചാറ്റുകൾ പുറത്തുവിട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ തന്റെ പക്കലുള്ള തെളിവുകൾ സത്യസന്ധമാണെന്നും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ അത് ഹാജരാക്കാൻ തയ്യാറാണെന്നും ഫെന്നി വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അത് ഒരു അതിജീവിതയുടെ സ്വകാര്യതയെ ലംഘിച്ചു എന്ന കുറ്റം നിയമപരമായി നിലനിൽക്കുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന പോലീസിന്റെ നീക്കങ്ങളിൽ ഒട്ടും ഭയമില്ലെന്നാണ് ഫെന്നി നൈനൻ പ്രതികരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമായി തന്നെ വേട്ടയാടാൻ നോക്കിയാലും അതിനെല്ലാം കോടതിയിൽ നേരിടുമെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. താൻ പുറത്തുവിട്ട ചാറ്റുകൾ ഒരു കുറ്റകൃത്യമാണെങ്കിൽ അത് ആദ്യം വാർത്തയായി നൽകിയ ദൃശ്യമാധ്യമങ്ങൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹം പ്രധാനമായും ഉയർത്തുന്നത്. പരാതിക്കാരി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പലതും വസ്തുതാ വിരുദ്ധമാണെന്നും പീഡനം നടന്നുവെന്ന് പറയുന്ന കാലയളവിന് ശേഷം 1.5 വർഷം കഴിഞ്ഞ് എന്തിനാണ് അവർ തനിക്ക് സൗഹൃദ സന്ദേശങ്ങൾ അയച്ചതെന്നും ഫെന്നി ചോദിക്കുന്നു. തനിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്താൽ ഉടനടി ഹൈക്കോടതിയെ സമീപിച്ച് നിയമപോരാട്ടം നടത്താനാണ് ഫെന്നിയുടെ നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തകർക്കാൻ പോലീസ് മെനയുന്ന തിരക്കഥയിലെ ഇരയാണ് താനെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അതേസമയം ഫെന്നി നൈനന്റെ നടപടിക്കെതിരെ കടുത്ത അമർഷവുമായി അതിജീവിത തന്നെ നേരിട്ട് രംഗത്തെത്തി. താൻ അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡനങ്ങളെക്കാൾ വലിയ വേദനയാണ് തന്റെ സ്വകാര്യ സംഭാഷണങ്ങൾ വളച്ചൊടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിച്ചതിലൂടെ ഉണ്ടായതെന്ന് അവർ പറയുന്നു. ഫെന്നി പുറത്തുവിട്ട ചാറ്റുകൾ അപൂർണമാണെന്നും നടന്ന സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തി മാറ്റി തന്നെ മോശക്കാരിയെ ചിത്രീകരിക്കാനാണ് ശ്രമം നടന്നതെന്നും അവർ ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകുന്നതിന് മുമ്പ് കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ച് വ്യക്തത വരുത്താനാണ് താൻ ശ്രമിച്ചത്. അതിന്റെ ഭാഗമായാണ് ഫെന്നിയുമായി സംസാരിച്ചതും രാഹുലിനെ കാണാൻ സമയം ചോദിച്ചതും. എന്നാൽ തന്നെ നിസ്സഹായാവസ്ഥയും ട്രോമയെയും മുതലെടുത്ത് തന്നെ മാനസികമായി തകർക്കാനാണ് ഫെന്നിയും സംഘവും ശ്രമിച്ചതെന്ന് അതിജീവിത തുറന്നടിച്ചു. ഒരു ക്ലോഷറിനായി അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തത ലഭിക്കാനായി കുറച്ചു സമയം ആവശ്യപ്പെട്ടതിനെ ശാരീരിക ബന്ധത്തിനുള്ള താല്പര്യമായി ചിത്രീകരിക്കുന്നത് അങ്ങേയറ്റം ക്രൂരമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. 2024 ജൂലൈ മുതൽ നവംബർ വരെ നീണ്ട ഫെന്നിയുമായുള്ള സൗഹൃദത്തെ കുറിച്ച് അതിജീവിത വികാരാധീനിയായിട്ടാണ് സംസാരിച്ചത്. 2024 മെയ് മാസത്തിൽ തനിക്കുണ്ടായ മിസ്കാരേജ് രാഹുൽ നൽകിയ മാനസിക സമ്മർദ്ദത്തിന്റെ ഫലമായിരുന്നുവെന്ന് അവർ വെളിപ്പെടുത്തുന്നു. ആ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തികമായും ശാരീരികമായും തളർന്നു നിൽക്കുമ്പോഴാണ് ഫെന്നി തന്റെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള കൂപ്പൺ ചലഞ്ചിന്റെ പേരിൽ സംസാരിച്ചു തുടങ്ങിയ ഫെന്നി പിന്നീട് രാഹുലിന്റെ വിശ്വസ്തനായി ചമയുകയും തന്റെ സ്വകാര്യ ദുഃഖങ്ങൾ ചോർത്തെടുക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ കടബാധ്യതകൾ ഉണ്ടെന്നും സമരങ്ങൾക്കായി പോലും പണമില്ലെന്നും പറഞ്ഞ് ഫെന്നി തന്നോട് പണം ചിലവാക്കിച്ചതായും അവർ ആരോപിച്ചു. താൻ ഒരു ഡ്രോമ ബോർഡിൽ അകപ്പെട്ടു പോയ സമയമായിരുന്നു അത്. രാഹുലിനെ അന്ധമായി വിശ്വസിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഫെന്നി തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നുവെന്നും സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അത് തനിക്കെതിരെ ഉപയോഗിക്കാൻ കരുതി വെക്കുകയുമാണ് അദ്ദേഹം ചെയ്തതെന്നും അതിജീവിത വ്യക്തമാക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ വീണ്ടും തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായും ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം നൽകിയതായും പരാതിക്കാരി പറയുന്നുണ്ട്. എന്നാൽ രാഹുലിന്റെ ഇരട്ടത്താപ്പുകൾ തിരിച്ചറിഞ്ഞപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാൻ താൻ അടൂരിലേക്ക് പോകാനും തയ്യാറായി. എന്നാൽ രാഹുൽ അവിടെ വരാൻ അനുവദിക്കാതെ പാലക്കാടേക്ക് വരാൻ ആവശ്യപ്പെടുകയും അവിടെ എത്തിയപ്പോൾ തന്റെ സ്റ്റാഫിനെ വിട്ട് ഒരു ദിവസം മുഴുവൻ തന്നെ ഓടിക്കുകയും ചെയ്തുവെന്ന് അവർ ഓർക്കുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്കായി സമയം ആവശ്യപ്പെട്ട ചാറ്റുകളാണ് ഇപ്പോൾ ഫെന്നി പുറത്തുവിട്ടിരിക്കുന്നത്. താൻ നേരത്തെ പരാതി നൽകിയിരുന്നുവെങ്കിൽ മറ്റു പെൺകുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടാകുമായിരുന്നില്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തനിക്ക് കരുത്ത് നൽകുന്നത്. ഫെന്നി നൈനൻ പുറത്തുവിടുന്ന അപകീർത്തികരമായ സന്ദേശങ്ങൾ കണ്ട് ഭയപ്പെടില്ലെന്നും താൻ പോരാട്ടം അവസാന ശ്വാസം വരെ തുടരുമെന്നും അതിജീവിത ഉറപ്പിച്ചു പറയുന്നു. കേസിൽ ഫെന്നി നൈനാനെ പ്രതിയാക്കിയതോടെ രാഷ്ട്രീയ വൃത്തങ്ങളിലും പോലീസിലും വലിയ ചലനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുലിനെതിരായ പീഡന കേസ് അട്ടിമറിക്കാൻ ഫെന്നി ശ്രമിച്ചെന്ന വാദത്തിന് പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. സൈബർ നിയമപ്രകാരം ഒരാളുടെ സ്വകാര്യ ചാറ്റുകൾ അവരുടെ അനുവാദമില്ലാതെ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ്.
പ്രത്യേകിച്ചും ഒരു ലൈംഗിക അതിക്രമ കേസിലെ അതിജീവിതയുടേതാകുമ്പോൾ ഗൗരവം വർദ്ധിക്കുന്നു. ഫെന്നിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ അതിജീവിതയെ തിരിച്ചറിയുന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പരാതിക്കാരുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിലൂടെ കേസിനെ ദുർബലപ്പെടുത്താമെന്ന ഫെന്നിയുടെ കണക്കുകൂട്ടലുകൾ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ്. കേസിൽ ഫെന്നിയെ ചോദ്യം ചെയ്യാനായി ഹാജരാക്കാൻ പോലീസ് നോട്ടീസ് നൽകാനുള്ള നീക്കത്തിലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നാടകീയമായ സംഭവവികാസങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.